ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂറാണ്. ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ വീടും എൻ്റെ പറമ്പും ഞാൻ കാണിച്ചു തരാവേ. ഇത് എൻ്റെ തൊഴുത്ത്, ഇത് കോഴിക്കോട്, ഇത് വെറുവരെയാണ്. ഇത് അവിടെ നിന്ന് വരുന്ന വഴിയാണ്. മഴയാണ്, ഇവിടെ നല്ല മഴയാണ്. ഇതുണ്ടോ, നമ്മുടെ വീടിന് ചുറ്റും ട്രെഞ്ചുണ്ട്, കുഴിയാണേ. ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ വീട് ഒന്ന് പരിചയപ്പെടുത്തി തന്നേക്കാമെന്ന്. ഇതാണ് എൻ്റെ വീട്. ഇതാണ് ഞാൻ. എൻ്റെ പേര് മിനി വെന്നി. 301 കോളനിയിലെ 190 പ്ലോട്ടുകാരിയാണ്. എല്ലാവർക്കും തന്നെ കൃഷികളുണ്ട് കേട്ടോ. നമുക്കിവിടെ ആനയുണ്ടെങ്കിലും നമ്മൾ ഇതിന് ചുറ്റും ട്രെഞ്ചിൻ്റെ അകം മൊത്തം വാഴ വെച്ചിരിക്കുകയാണ്. ഇതൊരു കൊച്ചു വീടാണ് എൻ്റെ. ഇതിൻ്റെ തയ്യൽ മെഷീന്, ഇത് ഹാള്, ഇത് ഹാളാണ്. ഇതൊരു റൂമായിരുന്നു. അപ്പം ആൾ എന്നാ ചെയ്തു, സ്റ്റോർ റൂമാക്കി. സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്, ഒക്കെ അരി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സ്റ്റോർ റൂമാക്കി. ഇതെൻ്റെ അടുക്കള. നമുക്ക് കിച്ചൺ എന്നൊന്നും പറയാനുള്ള അതൊന്നുമില്ല. ഇതെൻ്റെ അടുക്കള. ചോറ് വെച്ചിട്ടുണ്ട്, കറി ഇനി വെക്കണം. ഇതാണ് എൻ്റെ അടുക്കള. ഇത് പുറത്തോട്ടുള്ള വാതിൽ. കൃഷിയൊക്കെയാണ്, ഏലമൊക്കെയാണ്. ഇത് നാരകം. ഇതൊരു ബെഡ്റൂം. ഇത് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്താണെന്ന്? ഇതാണ് ഇഞ്ചി മഞ്ഞൾ എന്നൊക്കെ പറയാമല്ലോ. ഇത് മഞ്ഞൾ ഉണക്കി വെച്ചിരിക്കുകയാണ്. ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂം. ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. പിന്നെ അകത്ത് തന്നെയാണ് ബാത്റൂം ഒക്കെ. ഈ ഞങ്ങൾ ലോൺ എടുത്താണ് വീട് പണി പൂർത്തീകരിച്ചത്. 2.5 ലക്ഷം രൂപയോ ഒന്നും കൊണ്ടും നമുക്ക് മതിയാകില്ല ഒരു വീട് പണിയണമെങ്കിൽ. നമ്മുടെ വീട് നല്ലപോലെ ആയിരിക്കണമെന്ന് നമ്മുടെ ആശയമുള്ളതുകൊണ്ടാണ്, എനിക്ക് എൻ്റെ വീട് നല്ലതായിരിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആശയമുള്ളത് കൊണ്ടാണ് ഈ വീട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, ഞാൻ എൻ്റെ ഭവനം നമ്മളാണല്ലോ വൃത്തിയാക്കേണ്ടത്. നമ്മൾ സർക്കാർ തന്നാലും നമുക്ക് ദൈവം തരുന്ന ഓരോ കാര്യങ്ങളുമുണ്ട്. എൻ്റെ ഭവനവും എൻ്റെ പരിസരവും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആന കഴിഞ്ഞ ദിവസമൊക്കെ ആന കയറിയിരുന്നു. സോളാർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ലോൺ എടുത്ത് ഞാൻ സോളാർ ഇട്ടതാണ്. ഞാനത് നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കണം. ഇവിടെ നമ്മുടെ വീട് മാത്രമേ ഇത്ര ഭംഗിയുള്ളൂ. ഞാൻ അഹങ്കാരം പറയുന്നല്ല. മറ്റുള്ളവരുടെ വീടെല്ലാം ചോർന്നൊലിച്ച് അവസ്ഥയാണ്. പലതും താഴെ പോകാനുള്ള അവസ്ഥയാണ്. സർക്കാർ അധികാരികളോട് പല പ്രാവശ്യവും പറഞ്ഞു, ഇവിടെ ആരെങ്കിലും വീട് ഇടിഞ്ഞു വീണ് ആർക്കെങ്കിലും അപകടം ഉണ്ടായാൽ സർക്കാർ മാത്രമായിരിക്കും ഇതിൻ്റെ ഉത്തരവാദി. അതായത് നമ്മുടെ TRDM-ഉം ട്രൈബൽ ഓഫീസർമാരും കളക്ടറും അങ്ങനെ ഇതിന് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ വീട് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ അവർ മാത്രമായിരിക്കും ഉത്തരവാദി. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഞാൻ എൻ്റെ കോളനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ
ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുമല്ലോ. ഞാൻ എത്ര പേരോട് പറയാൻ പറ്റും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ എത്തിക്കാൻ കഴിയുമല്ലോ ഓർത്താണ് ദീർഘിപ്പിച്ചു പോയല്ലേ. സോറി കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. എനിക്ക് അറിയില്ല. എങ്കിലും ഞാനിത് തുടങ്ങിയിരുന്നത് എൻ്റെ കോളനിക്ക് വേണ്ടിയിട്ട്. പല വീടുകളും പോയിരിക്കുന്നു. പല വീടുകൾ ഒരു അമ്മയൊക്കെ താമസിക്കുന്ന വീട് മൊത്തം പോയിരിക്കുകയാണ്. ഒരു ബാത്റൂം പോലും ഇല്ല അവർക്ക്. വളരെ കഷ്ടപ്പെട്ട് തന്നെ താമസിക്കുന്നു. ഒക്കെ വന്ന് കാണണം. നിങ്ങൾക്ക് ആർക്ക് വേണമല്ലോ ഈ കോളനിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം.